ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ +1 കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ. ഞാൻ ആ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു അത് നമ്മൾ വൃത്തിയായി പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന, വളരെ പ്രധാനപ്പെട്ടതാണ്, കുറച്ച് പ്രോബ്ലം പാർട്ടാണ്, കണക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ടോപ്പിക്കിന്റെ പേര് പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ എന്നാണ് പറയുന്നത്. എന്താണ് അതിന് പറയുന്ന പേര്? ഒരിക്കൽ കൂടെ പറയാം, ശ്രദ്ധിക്കുക. പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ, മലയാളത്തിൽ പറഞ്ഞാൽ ഘടക ശതമാനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്താണ് പറയുന്ന പേര്? പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ. അപ്പം എങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോമ്പൗണ്ട് തരും, ഫോർ എക്സാമ്പിൾ വാട്ടർ. ഇപ്പൊ ഇതിനകത്ത് വാട്ടർ എന്ന് പറയുന്നതിനകത്ത് ഏതൊക്കെ എലമെന്റ്സ് ആണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കോമ്പൗണ്ടിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് നോക്കുക, അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുക. ഒരു ചോദ്യം ഞാൻ പറയാം. ഇപ്പൊ പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യം പറയാം. എന്താണ് പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് ചോദിച്ചാൽ, മാസ് ഓഫ് ദ എലമെന്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു 100. മറക്കരുത്. എന്താണ്? പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ ഓഫ് എലമെന്റ് സമം mass of the element divided by molecular mass into 100. അപ്പൊ ഏതിന്റെയാണോ പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ മാസ് ഡിവൈഡഡ് ബൈ ആ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് ഇൻറ്റു 100. ഇത് നമ്മളൊരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു വെക്കാനുള്ള ഈ സമവാക്യം നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരിക്കൽ കൂടെ പറയാം. എന്താണ് സമവാക്യം? Percentage of composition of element സമം mass of the element divided by molecular mass into 100. അപ്പൊ ഈ സമവാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. Find the percentage of composition of all elements in water. അപ്പൊ വാട്ടറിലുള്ള ഓരോ എലമെന്റിന്റെയും അല്ലെങ്കിൽ എല്ലാ എലമെന്റിന്റെയും എന്ത് കണ്ടുപിടിക്കുക? പെർസെന്റേജ് കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു കാര്യം കൂടി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കും, ഇതിന്റെ അറ്റോമിക മാസും കൂടി തരും. ഹൈഡ്രജന്റെ അറ്റോമിക മാസ് നമുക്കറിയാം 1 ആണ്, അല്ലെങ്കിൽ 1.008 ആണ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നേക്കുകയാണെങ്കിൽ അതിട്ട് ചെയ്യുക. ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. അപ്പൊ ഇത് കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യനിൽ തരും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് ഇതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഏതിന്റെയാണ്? വാട്ടറിന്റെ. അപ്പൊ മോളിക്കുലാർ മാസ്, വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുക. എത്ര ഹൈഡ്രജൻ ആണുള്ള? 2 ഹൈഡ്രജൻ അല്ലേ? അപ്പൊ 2 ഇൻറ്റു ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1. ക്ലിയർ? പ്ലസ് എത്ര ഓക്സിജൻ ആണുള്ള? 1 ഓക്സിജൻ. അപ്പൊ 1 ഇൻറ്റു 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? അതിന്റെ മോളിക്കുലാർ മാസ്. ഏത് ക്വസ്റ്റ്യൻ ഈ ടൈപ്പിൽ വന്നാലും ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? അതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കും. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ടറിലുള്ള എല്ലാ എലമെന്റിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ ആദ്യം എന്താണ്? വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ്? ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ. ഏതിന്റെ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്? ഹൈഡ്രജന്റെ പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മളെ സമവാക്യം എന്താണ്? പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ ഓഫ് എലമെന്റ് സമം മാസ് ഓഫ് ദ എലമെന്റ്. അപ്പൊ ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? 1 ആണ്. പക്ഷെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഇല്ലേ? അപ്പൊ അതിന്റെ മാസ് എത്രയായിരിക്കും? 2 അല്ലേ വരുന്നത്? അപ്പൊ ഏത് എലമെന്റിന്റെ ആണോ കണ്ടുപിടിക്കാനുള്ള അതിന്റെ മാസാണ്. ഇപ്പൊ ഹൈഡ്രജൻ ആണ്, പക്ഷെ ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ 2 ഇട്ട. സംശയം വരരുത്. ഹൈഡ്രജന്റെ മാസ് 1 ആണ്, പക്ഷെ നമ്മളെ വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 ഇൻറ്റു എത്രയാണ്? 100.
സമം നമുക്കൊരു ആൻസർ കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. ഫൈനലി ആൻസറിന്റെ അവിടെ നമ്മൾ എന്ത് ഇട്ടോളണം? പെർസെന്റേജ് ഇട്ടോളണം. മനസ്സിലായി കാണും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു. ഏതിന്റെ മോളിക്കുലാർ മാസാ? വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു. വാട്ടറിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഇതിനകത്തുള്ള ഓരോ എലമെന്റിന്റെയും അറ്റോമിക മാസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അത് ഉപയോഗിച്ച് അതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചു. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കുക. ആദ്യം ഏതിന്റെ പെർസെന്റേജ് കണ്ടുപിടിച്ചു? പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഏതിന്റെ ആണോ കണ്ടുപിടിക്കാനുള്ള അതിന്റെ അറ്റോമിക മാസ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 പക്ഷെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് എഴുതിയ 2 ഇതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 × 100. ഓക്കെ, ക്ലിയർ ആയല്ലോ. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇതിന്റെ ആൻസർ എഴുതണം. രണ്ടാമത് നമുക്കൊരു എലമെന്റ് ഇല്ലേ? പെർസെന്റേജ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ്? ഓക്സിജന്റെ മാസ് എത്രയാണ്? ഓക്സിജന്റെ മാസ് 16 അപ്പം 16 ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 × എത്രയാ? 100 സമം നമുക്കൊരു ആൻസർ കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഞാൻ ഒരു മോഡൽ കണക്ക് ചെയ്തു, ഞാൻ ഒരു കണക്ക് കൂടെ ചെയ്യാം. അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഘടക ശതമാനം എന്നാണ് അതിന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള സമവാക്യം നിങ്ങൾ ഓർക്കുക. എന്താണ് സമവാക്യം? മാസ് ഓഫ് ദ എലമെന്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു 100. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ വാട്ടർ. വാട്ടറിൽ അടങ്ങിയിട്ടുള്ള എല്ലാ എലമെന്റിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കും. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം? ഇതിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ അറ്റോമിക മാസ് അറിഞ്ഞാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? മോളിക്കുലാർ മാസ്. അപ്പം വാട്ടറിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ് ശ്രദ്ധിച്ചോളാം. ഹൈഡ്രജന്റെ കറക്റ്റ് ആയിട്ടുള്ള മാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്രയാണ്? 1.008 എന്നാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 1.008 ആണ് വരികയാണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പൊ 1 വരുന്നതെങ്കിൽ 1 വെച്ച് ചെയ്യുക. 1.008 ആണെങ്കിൽ അത് വെച്ച് ചെയ്യുക. അപ്പൊ എന്റെ മോളിക്കുലാർ മാസ് എത്രയെന്ന് 18. ഇനി ഓരോന്നിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കണം. ആദ്യം എന്താണ്? പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ള? ഏത് എലമെന്റിന്റെ ആണോ കണ്ടുപിടിക്കാനുള്ളത് അതിന്റെ അറ്റോമിക മാസ്. ഏതിന്റെ കണ്ടുപിടിക്കാനുള്ള? ഹൈഡ്രജൻ അല്ലേ? അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് 1 പക്ഷെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ 2 എന്നിട്ടത്. സംശയം വരരുത്. അപ്പൊ 2 ഡിവൈഡഡ് ബൈ ഇതിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 × 100. കാൽക്കുലേറ്റ് ചെയ്യുക. അവസാനം എന്ത് കൊടുക്കുക? പെർസെന്റേജ് കൊടുക്കുക. ക്ലിയർ ആയല്ലോ. ഇനി രണ്ടാമത്തെ എലമെന്റ് ഏതാ? ഓക്സിജൻ. അപ്പൊ പെർസെന്റേജ് ഓഫ് ഓക്സിജൻ സമം ഓക്സിജന്റെ മാസ് എത്രയാ? 16. ഇതിന്റെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് 18 × 100 സമം നമുക്കൊരു ആൻസർ കിട്ടും. അത് ക്ലിയർ ആക്കുക. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. Question: Find the percentage of composition of all elements in ethanol. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എത്തനോളിന്റെ ഫോർമുല എന്താണെന്ന് അറിയാമോ? എത്തനോളിന്റെ ഫോർമുലയാണ് C2H5OH എന്നാണ് എത്തനോളിന്റെ ഫോർമുല. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എത്തനോൾ. അപ്പൊ എത്തനോളിൽ അടങ്ങിയിട്ടുള്ള ഓരോ എലമെന്റിന്റെയും എന്ത് കണ്ടുപിടിക്കുക? പെർസെന്റേജ് ഓഫ് കോമ്പോ. ഇത് ടെസ്റ്റിലുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, എത്തനോളിന്റെ ഫോർമുല എന്താണ്? C2H5OH. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇതിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ അറ്റോമിക മാസ് അറിയണം. കാർബണിന്റെ അറ്റോമിക മാസ് എത്രയാ? 12. ക്ലിയർ ആയല്ലോ. ഹൈഡ്രജൻ നമുക്കറിയാം എത്രയാ? 1. ഓക്സിജൻ എത്രയാ? 60. ഇനി നമുക്ക് കണ്ടുപിടിച്ചൂടെ? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മോളിക്കുലാർ മാസ്. ക്ലിയർ ആയല്ലോ. മോളിക്കുലാർ മാസ് ഓഫ് എത്തനോൾ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിക്കുക. C2. അപ്പൊ 2 കാർബണിന്റെ മാസ് എത്രയാ? 12. ഓക്കെ, പ്ലസ്
5 into 1 plus 1 into 16 plus 1 into 1. Okay, clear ആയല്ലോ. അപ്പൊ 2 into 12 plus 5 into 1 plus 1 into 16 plus 1 into 1. Okay, നമുക്ക് നോക്കാം എത്രയാ 24 plus 5 plus 16 plus 1. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നമുക്ക് 29 30 16 കൂടെ കൂട്ടുമ്പോൾ എത്രയാ 46 എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക 24 5 എത്രയാണ് 29 1 30 പ്ലസ് 16 എത്രയാണ് 46. അപ്പം എത്തനോളിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് എത്രയാണ് കിട്ടിയത് 46. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ഓരോ എലമെന്റെയും എന്ത് കണ്ടുപിടിക്കുകയാണ് പെർസെന്റേജ്. അപ്പൊ ആദ്യം ഏത് എലമെന്റെയാ പെർസെന്റേജ് ഓഫ് കാർബൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നോക്കുക, അപ്പൊ ഏതിന്റെയാണോ കണ്ടുപിടിക്കാനുള്ള അതിന്റെ അറ്റോമിക മാസ്. ഇപ്പൊ കാർബണിന്റെ അറ്റോമിക മാസ് എത്രയാ 12. പക്ഷെ ശ്രദ്ധിക്കുക എത്ര കാർബൺ ഉണ്ട് 2 കാർബൺ ഇല്ലേ. അപ്പം 2 into 12 ഡിവൈഡഡ് ബൈ 2 എവിടെ നിന്ന് വന്നെന്ന് മനസ്സിലായല്ലോ. C2 അതിന്റെ 2 ആണ്. 2 into 12 കാർബണിന്റെ മാസ്. ഇനി കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് എത്രയാ 46% ആകുമ്പോൾ into 100. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അത് ചെയ്ത് നോക്കുക. അടുത്ത എന്താ കണ്ടുപിടിക്കാനുള്ള പെർസെന്റേജ് ഓഫ് ആരാ പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ. ശ്രദ്ധിക്കുക ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 5 ഹൈഡ്രജനും ഉണ്ട്, ഇവിടെ 1 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഹൈഡ്രജനായി 6 ഹൈഡ്രജൻ. ഇവിടെ 5 മാത്രം വിട്ട് ചെയ്യില്ല, ഇവിടെ 1 ഹൈഡ്രജൻ ഇല്ലേ. അപ്പൊ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് 6 ഹൈഡ്രജൻ ഇല്ലേ. അപ്പൊ 6 സംശയമില്ലല്ലോ ഡിവൈഡഡ് ബൈ ഇതിന്റെ മോളിക്കുലാർ മാസ് എത്രയാ 46 into 100. അപ്പോഴും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ. ആൻസർ എഴുതുക, പെർസെന്റേജ് കൊടുക്കുക. അപ്പൊ പെർസെന്റേജ് ഓഫ് കാർബൺ ആയി, പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ആയി. ക്ലിയർ ആയല്ലോ. ഇനി ഒന്നിന്റെ പെർസെന്റേജും കൂടെ നമുക്ക് കണ്ടുപിടിക്കാവുള്ളൂ. പെർസെന്റേജ് ഓഫ് ആരാ ഓക്സിജൻ. എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്സിജന്റെ മാസ് എത്രയാ 16. അപ്പൊ 16 ഡിവൈഡഡ് ബൈ 46 into 100 സമം ഒരു ആൻസർ പെർസെന്റേജ്. സംശയമില്ലല്ലോ. ഇപ്പൊ 2 പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്ത പ്രോബ്ലം നിങ്ങളെ ടെസ്റ്റിലുള്ള ഒരു എക്സർസൈസ് ആണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോബ്ലം എക്സാമിന് ചോദിച്ചൊരു പ്രോബ്ലമാണ്. അപ്പൊ ഒരിക്കൽ കൂടെ ഞാൻ ഈ ടോപ്പിക്ക് പറയാം. ഈ ടോപ്പിക്കിന്റെ പേരെന്താണ് പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ എന്നാണ്. മലയാളത്തിൽ പറഞ്ഞാൽ ഘടക ശതമാനം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നതിന് സമവാക്യമുണ്ട്. എന്താ സമവാക്യം മാസ് ഓഫ് ദ എലമെന്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു 100. എന്താ സമവാക്യം മാസ് ഓഫ് ദ എലമെന്റിനെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇൻറ്റു പെർസെന്റേജ് ആയതുകൊണ്ടാണ് നമ്മൾ എത്രയെന്ന് പറഞ്ഞത് 100 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിനകത്തുള്ള കോമ്പൗണ്ടിന്റെ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ള മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നേക്കും ആ കോമ്പൗണ്ടിന്റെ ഓരോ എലമെന്റിന്റെയും അറ്റോമിക മാസ് നമുക്ക് തന്നേക്കും. ഈ അറ്റോമിക മാസ് ഉപയോഗിച്ചാണ് നമ്മൾ അതിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. സംശയമില്ലല്ലോ. മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചാലേ നമുക്ക് ഓരോന്നിന്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എത്തനോൾ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എത്തനോളിന്റെ ഫോർമുല നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എന്താ C2H5OH എന്നാണ് എത്തനോളിന്റെ ഫോർമുല. ഇതിൽ കാർബണിന്റെ അറ്റോമിക മാസ് 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ 16. ഞാൻ ഒരു കാര്യം പറഞ്ഞു ഓർക്കണം, ഹൈഡ്രജന്റെ അറ്റോമിക മാസ് കറക്റ്റ് 1.008. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളെങ്കിൽ ഇത് വെച്ച് അപ്ലൈ ചെയ്യുക. 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ച് നോക്കുക. 2 കാർബൺ ഉള്ളത് കൊണ്ടാണ് 2 എന്ന് ഞാൻ ഇട്ടത്. സംശയം വരരുത്. അപ്പൊ 2 into 12 പ്ലസ് എത്ര ഹൈഡ്രജൻ ഇവിടെ 5. 5 into 1 പ്ലസ് ഓക്സിജന്റെ മാസ് എത്ര 16. അപ്പൊ എങ്ങനെയാണ് 1 into 16 പ്ലസ് അവസാനം ഒരു ഹൈഡ്രജൻ ഉണ്ട് 1 into 1.
അപ്പൊ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 46 എന്ന് കിട്ടും. അപ്പൊ ഈ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, ഇതിനകത്ത് പ്രസന്റ് ചെയ്തിട്ടുള്ള ഓരോ എലമെന്റിന്റെയും പെർസെന്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കൂ. ക്ലിയർ ആയല്ലോ? ആദ്യം ഞാൻ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് പെർസെന്റേജ് ഓഫ് കാർബൺ ആണ്. അപ്പൊ എങ്ങനെയാണ് പെർസെന്റേജ് ഓഫ് കാർബൺ സമം, ഇപ്പൊ കാർബണിന്റെ അറ്റോമിക മാസ് നമുക്കറിയാം 12 ആണെന്നറിയാം. പക്ഷെ ഇവിടെ എത്ര കാർബൺ ഉണ്ടായിരുന്നു? 2 കാർബൺ ഉള്ളത് കൊണ്ടാണ് 2 എന്നിട്ടത്, സംശയം വരരുത്. അപ്പൊ 2 × 12 ഡിവൈഡഡ് ബൈ ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 46 × 100. ഇന്ന് തന്നെ നിങ്ങൾ അത് ചെയ്ത് നോക്കണം. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. അവസാനം പെർസെന്റേജ് ഇട്ടോണം. പെർസെന്റേജ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, അത് ഓർത്ത് വെക്കുക. അപ്പൊ പെർസെന്റേജ് ഓഫ് കാർബൺ ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത പെർസെന്റേജ് ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ അതിന്റെ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. പക്ഷേ ഇതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ടോട്ടൽ 6 ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 6 ഇട്ടത്, സംശയം വരരുത്. ഇവിടെ 5 ഹൈഡ്രജനും ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ ടോട്ടൽ 6 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 6 ഡിവൈഡഡ് ബൈ 46 × 100. അപ്പൊ അതും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. നിങ്ങൾ ഇന്ന് തന്നെ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കണം. അപ്പോൾ അതിൽ അവസാനം എന്തിട്ടോണം? പെർസെന്റേജ് ഇട്ടോണം. പിന്നെ ഞാൻ ഫൈനലി പറഞ്ഞത് പെർസെന്റേജ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് എത്രയാ? 46 × 100. അതിന്റെയും ആൻസർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അത് ഫൈനലി പെർസെന്റേജ്. ഇപ്പൊ 2 പ്രോബ്ലംസ് ആണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഈ 2 പ്രോബ്ലങ്ങളും നിങ്ങൾ ബുക്കിനകത്ത് എഴുതി ചെയ്ത് നോക്കണം. പിന്നെ ഒരുപാട് എക്സാമ്പിളുകൾ അല്ലെങ്കിൽ എക്സർസൈസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും, അത് ചെയ്ത് നോക്കണം. ഇതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ. അപ്പൊ ഈ സമവാക്യം നിങ്ങൾ മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോപ്പിക്കിന്റെ പേര് എന്താ? പെർസെന്റേജ് ഓഫ് കോമ്പോസിഷൻ എന്നാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഒരു അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.